సామిటి గారు ఎత్తిన తవాడంగా ఇంటి దగ్గర తవాడు కదా గుడిని తవ్వడం ఏటి తవ్వడింది ఆడ వచ్చి ఏటి ఎత్తింది ఏటి ఆడ అమ్మించి ఫోటో ఎత్తేవాడు అవి చూసే అవి మించి ఎత్తే അർത്ഥം പ്രത്യേകിച്ച് വേറെ കാര്യങ്ങൾ അവിടെ വെള്ളം അടിക്കുക പൂവ കാര്യങ്ങൾ അടിക്കുക വേറെ കാര്യങ്ങളോട്ടും ചെയ്യും കാവല കാര്യങ്ങൾ താണ്ടിക്ക് വെച്ച് സൂസെ അങ്ങക്ക് ഇവിടെ എക്കച്ചെ ഇങ്ങിപ്പോ എല്ലാം പൂജ കാര്യങ്ങളടിക്കുക പൂജ കാര്യങ്ങളടിക്കുക തെല്ല മാപ്പിള വിളക്ക് വെട്ടി പൂജ കാര്യങ്ങള് ഇങ്ങാടെ മുക്കുറത്തെ പ്രധാന മുക്കുറത്തെ കിട്ടി അമിച്ച് ചെപ്പിത്തി ദേവറ കാര്യം അടിക്കുക അത് ആത്ത് കൂടിത്തകര ആത്ത് സാമിട്ട ഏറ്റ് 4 ദേവറുണ്ട് അത് ശ്രീരാമസ്വാമി ദാണ്ടിക്കല അണമസ്വാമി ఇంకా లక్ష్మీదేవి భూమిదేవి అలా 4 ఆత్తుంటాయి ఈతో విష్ణుమాయుడు విష్ణుమాయ వీరు గుడి పెట్టి కానరు వీరు గుడి కంటే వీరు అడిగి వీరు అది అర్థం అండి మన దగ్గర ఉన్నది ఆడలే ముచ్చి కొట్టిదాం ఆడల్లో గూడలు ముచ్చి కంటే వీరు అది అందరం కనాలి అందరం కనలట్టే దీని దగ్గర నుంచి వచ్చేయగలుగుతాం అన్నంతోటి వచ్చి మనసు నుంచి అనిపించగలట. ഇപ്പൊ ഇവർ സംസാരിച്ചത് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇവർ സംസാരിച്ച തെലുങ്ക് ഭാഷയാണ്. തെലുങ്ക് ഭാഷ എന്ന് പറയുമ്പോൾ കല്ലൂർക്കാട് പഞ്ചായത്തിൽ ചെമ്പമ്മല എന്ന് പറയുന്ന സ്ഥലത്താണ്, ആ ഭാഗത്താണ് ഇവർ താമസിക്കുന്നത്. ഇവര് ആന്ധ്രയിൽ നിന്ന് തൃശ്ശൂരെത്തി, തൃശ്ശൂരിൽ നിന്ന് ഇവര് ഇപ്പൊ ഈ സ്ഥലത്ത് വന്ന് ഇങ്ങനെ ഒരു ഫാമിലി ആയിട്ട് ഇവര് താമസിക്കുന്നു. ഇവര് നായ്ക്കന്മാരെന്ന് പറയുന്ന, അതായത് ആന്ധ്രാപ്രദേശിൽ നായ്ക്കന്മാരെന്ന് പറയുന്ന ഒരു ഫാമിലിയാണ്. അവരവിടെ നിന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് തൃശ്ശൂർ വന്നു. തൃശ്ശൂരിൽ നിന്ന് ഇവരിങ്ങനെ ഇവര് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് ഈ റോഡിന്റെ 2 വശത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് വീടുകൾ പണിത്, പിന്നെ ഇവർക്ക് പൊതുവായിട്ട് അവിടെ താഴെ ഒരു അമ്പലമുണ്ട്. അപ്പം നമുക്ക് ഇവരുടെ ഭാഷയെക്കുറിച്ചും ഇവരുടെ സംസ്കാരത്തെക്കുറിച്ചും അമ്പലത്തെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലോട്ട് പോവാം. നമസ്കാരം. കരൺ ന്യൂസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് കല്ലൂർക്കാട് ചെമ്പമ്മല എന്ന് പറയുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ്. അതിന്റെ താഴെ ഒരു നഗറിലാണ് ഇപ്പൊ ഞാനുള്ളത്. ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മാർക്കറ്റിന്റെ അടുത്ത്, മീൻ മാർക്കറ്റിന്റെ സൈഡിൽ ഒരു ചെറിയ ഷാപ്പ് അങ്ങനെയുള്ള സ്ഥലമുണ്ട്. അപ്പൊ അവിടെ ഇങ്ങനെ 2 പേര് അത്യാവശ്യം കള്ളൊക്കെ കുടിച്ചിങ്ങനെ പൂസായിട്ട് നിൽക്കുന്ന സമയത്ത് അവര് വേറൊരു ഭാഷ സംസാരിക്കുക. അപ്പൊ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പം അവര് മലയാളം അല്ല സംസാരിക്കണേന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ അവരോടൊപ്പം ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അവര് തെലുങ്ക സംസാരിക്കണേന്ന് പറഞ്ഞു. കാരണം ഈ ചെമ്പമ്മല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുറെ ഫാമിലി ഉണ്ട്. പക്ഷെ അവർ മലയാളം സംസാരിക്കണമെങ്കിലും അവര് തങ്ങിലും സംസാരിക്കുന്നതും പിന്നെ എന്തെങ്കിലും ദേഷ്യം വരുമ്പോഴൊക്കെ സംസാരിക്കുന്നത് അവര് തെലുങ്കിലാണ് സംസാരിക്കുന്നത്. അപ്പം അവരെ കുറിച്ചൊരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ച് ഞാനിങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഈ ഭാഗത്ത് ഏറ്റവും പ്രായമുള്ള ഒരു ചേട്ടൻ എന്ന് പറഞ്ഞ ഈ ചേട്ടനാണ് ഇവിടത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നത്. അപ്പൊ ഞാൻ ഈ ചേട്ടനുമായിട്ട് കുറച്ചു നേരം സംസാരിക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഇവിടെ എത്തി. ചേട്ടാ നമസ്കാരം. അപ്പൊ ചേട്ടന്റെ പേരെന്നാ? എന്റെ പേര് തങ്കപ്പൻ അല്ലേ? ഇവിടെ എത്ര കാലമായി വന്നിട്ട്? ഇവിടെ 47 വർഷം ആയല്ലേ? എത്ര വയസ്സിലാ വന്നേ? ഞാനൊരു 10, 20 വയസ്സ്, 22 വയസ്സ്, 20 വയസ്സായിട്ടും. അപ്പം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ചേട്ടന്റെ ഞാൻ അന്വേഷിച്ചറിഞ്ഞാൻ സാധിച്ചത് നിങ്ങൾ ആന്ധ്രാക്കാരാണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ ആന്ധ്രയിലാണ് ചേട്ടൻ ഉണ്ടായത് അതെയോ തൃശ്ശൂരാണോ ഉണ്ടായത്? ഞാനൊക്കെ ഉണ്ടായത്, നമ്മുടെ കാരണന്മാരുണ്ടായതും തൃശ്ശൂരാ അല്ലെ? അപ്പം ഈ സമയത്ത് എന്തെങ്കിലും ഈ ആന്ധ്രയ്ക്ക് പോയിട്ടുണ്ടോ? ആന്ധ്രയൊക്കെ അച്ഛനും ആരും പോയിട്ടില്ല, അവരാരും പോയിട്ടില്ല. ഇല്ല അല്ലെ? അപ്പം എന്നാന്ന് അറിയാൻ തന്നെ പാടില്ല അല്ലെ? എന്ന് വെച്ചാൽ ഞാൻ ആന്ധ്രയൊക്കെ പോയിട്ടുണ്ട്. ആന്ധ്ര, ഇവിടെ വിജയവാഡ, പിന്നെ അങ്ങനെ ഈ തെന്നാലി, ഇങ്ങനെ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. ഞാൻ വണ്ടി നാഷണൽ പെർമിറ്റ് ഓടിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പലതും പോയിട്ടുണ്ട്. ലോകം ഒട്ടാകെ പോയിട്ടുണ്ട് അല്ലെ?
ഇപ്പൊ എത്ര വയസ്സായെന്ന് പറഞ്ഞ? ഇപ്പൊ 70 വയസ്സായി. 70 വയസ്സായല്ലേ. അപ്പം ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ചെമ്പമല എന്ന് പറയുന്ന ഇവിടെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ നമ്മുടെ ഒരു കുട്ടിക്കാലത്തേക്ക് തോന്നി കഴിഞ്ഞാൽ ഏകദേശം ഒരു 1960-65 കാലഘട്ടം അല്ലേ. അപ്പം നല്ല ചെറുപ്രായമാണ്. അപ്പം അവിടെയുള്ള ആ ഒരു ജീവിത രീതിയെ കുറിച്ചും അന്നത്തെ ആ ഓർമ്മകളെ കുറിച്ചും ആ കുട്ടിക്കാലത്തെ ഓർമ്മകളെ കുറിച്ചും ഒന്ന് പറയാമോ? കുട്ടിക്കാലത്ത് എന്ന് വെച്ചാൽ അപ്പൊ അന്നേരം ആ ഓർമ്മകൾ അവിടത്തെ ഓർമ്മകളല്ലേ പറയാൻ പറ്റുള്ളൂ. അവിടുത്തെ കാര്യം ചോദിച്ചേ. അവിടെ എന്ന് വെച്ചാൽ നമ്മള് കളിച്ച് നടക്കുന്നു. നമ്മള് അത് കഴിഞ്ഞിട്ട് ഒരു 10-15 വയസ്സിൽ പണിക്കൊക്കെ ആയിട്ട് ഇറങ്ങി തുടങ്ങി. അന്ന് എന്ത് പണിക്കാ പോയി തുടങ്ങിയ? അന്ന് മണ്ണിന്റെ പണി. മണ്ണിന്റെ പണിയല്ലേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നു മോട്ടർ വന്നു കോട്ടക്കുടി പൗലോസ് ആ സർവീസ് സ്റ്റേഷനിൽ നിന്നു. വണ്ടി സർവീസ് സ്റ്റേഷൻ. അത് കഴിഞ്ഞ് സർവീസ് ചെയ്ത് അങ്ങനെ മാസത്തിൽ 2 മാസമൊക്കെ എത്തുമ്പോ വീട്ടിൽ പോകും. പിന്നെ വരും. അങ്ങനെ വരുന്ന അത് കഴിഞ്ഞ് കുറെ ദിവസം വണ്ടിയിൽ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരുവിധം പ്രായം ആയിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമ്മൾ 22 വയസ്സെന്ന് വെച്ചാൽ ഇവിടെ 22 വയസ്സിൽ ഞാൻ അതിന് മുമ്പ് വന്നിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചതിന് ശേഷമാണ് ഇവിടെ താമസം തുടങ്ങിയത്? താമസം തുടങ്ങി. ആദ്യമായിട്ട് വന്ന ചേട്ടനാണോ ഇവിടെ? അല്ലല്ല, എന്നെക്കാളും നേരത്തെ വന്നിട്ടുണ്ട് ആൾക്കാർ. അതെ അല്ലെ. അപ്പം ഒരു 1960-65 കാലഘട്ടങ്ങളിലല്ലേ ഇവിടെ വന്നത്? ആ സമയത്ത് എന്നെക്കാളും ഒരു 5-10-15 വർഷം മുമ്പ് വന്ന ആൾക്കാരുണ്ട്. ഒന്നല്ലേ. അപ്പൊ ഇങ്ങനെ ജോലിയായിട്ട് മോശം വന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ വന്ന് കല്യാണം കഴിച്ച് ഇവിടെ നിന്നാണോ? ഇവിടുന്നാ അല്ലെ. അപ്പൊ അങ്ങനെ ഇവിടെ താമസമായല്ലേ. അപ്പം ഈ ആന്ധ്രാപ്രദേശ്. അപ്പം അവിടെ ഏത് മതവിഭാഗക്കാരാ നിങ്ങള്? അവിടെ ഞങ്ങൾ മതവിഭാഗക്കാരാന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾ നായ്ക്കരാണ്. നായ്ക്കര് എന്ന് പറയുമ്പോ നായ്ക്കരെന്ന് വെച്ചാൽ ബോഡി നായ്ക്കർ എന്നാ പറയുന്നത്. ബോഡി നായ്ക്കര്. അത് ആന്ധ്രയിലെ ഒരു നല്ല ഒരു സാമ്പത്തികമൊക്കെയുള്ള ഫാമിലിയാണ്. തമിഴ്നാട്ടിലും ഉണ്ട്. തമിഴ്നാട്ടിലും നായ്ക്കന്മാരെന്ന് വെച്ചാൽ ഭയങ്കര ഫേമസ് ആയ ആൾക്കാരാ. അതെ അല്ലെ. തമിഴ്നാട്ടിൽ മൊത്തം ഫേമസ് ആയ നായ്ക്കന്മാരുടെ മുതലാണ് കൂടുതലും കമ്പനികളും ഫാക്ടറികളും എല്ലാം നായ്ക്കന്മാരുടെ. ബോഡി നായ്ക്കന്മാർ അല്ല, ബോഡി ഒന്നുമല്ല, നമ്മൾ നായ്ക്കന്മാരല്ലേ. അപ്പം ഈ ആന്ധ്രാപ്രദേശിലെ അത്യാവശ്യം ഈ ആന്ധ്രാപ്രദേശില് നമ്മൾ പോയിട്ടില്ല. അല്ല, നമ്മള് പോകാത്ത അല്ല, നമ്മൾ പോയിട്ടുണ്ട്. അത് പറഞ്ഞ കാര്യമില്ല. നമ്മുടെ ആൾക്കാരൊന്നും പോയിട്ടില്ല. അപ്പം എന്താണ് ജോലി? ഈ മണ്ണിന്റെ പണിയാണോ? സാമുദായിക നമ്മള് മണ്ണിന്റെ പണിയാണ് ഞങ്ങൾ എടുത്തുകൊണ്ടിരുന്നത്. കരിങ്കല്ലിന്റെ പണിയുണ്ട്, മണ്ണിന്റെ പണിയുണ്ട്, ഇങ്ങനെ പല പണികളും ആയിട്ട് ചെയ്ത് ഇങ്ങനെ ആയിട്ട് വന്നല്ലേ. അപ്പൊ ഈ നായ്ക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും സമുദായ പേരാണ്. അതിനകത്ത് ഹിന്ദുസ് അല്ലെ. ഹിന്ദുസ്. ഇത് പിന്നെ ഉള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നു. പിന്നെ ഇവിടെ ഡ്രൈവിംഗ് പണിയൊക്കെ നിർത്തിയിട്ട് മണ്ണിന്റെ പണിയായിട്ട് ഇങ്ങനെ പോയോ? ഇവിടെ വന്നിട്ട് ഡ്രൈവിംഗ് പണി പഠിച്ചു ഞാൻ നന്നായിട്ട്. അപ്പം ഇതിനെ കുറിച്ച് ആചാരാനുഷ്ഠാനത്തിന്റെ ഭാഗമായിട്ട് ഇത് നമ്മുടെ ഇവിടെ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ശൈലിയിലാണോ നിങ്ങൾ വിളക്ക് വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? അതെങ്ങനെയാ എന്റെ ഇത്? എങ്ങനെ? അത് ഞങ്ങളുടെ കുടുംബക്കാരായിട്ട് ഇങ്ങനെ വിളക്ക് വെച്ച് ഇങ്ങനെ ആരാധിച്ചു വരുന്ന മൂർത്തികളാണ്. അപ്പം പിന്നെ ഭക്ഷണമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കേരളീയ ശൈലി തന്നെയാണോ? പിന്നല്ലേ, എല്ലാം ഞങ്ങളുടെ ഈ കേരള എങ്ങനെ സ്റ്റൈൽ അതേ സ്റ്റൈലിലാണ് നമ്മള്. പിന്നെ വെച്ചാൽ മീൻ കുറച്ച് ഞങ്ങൾ കൂട്ടില്ല, അത് നിർബന്ധ കാര്യമാണ്. പിന്നെ എനിക്ക് അറിയാൻ സാധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വീടിന്റെ അടുത്ത് ഒരു ചെറിയ അമ്പലം പോലെ. കാരണം ഇവര് താമസിക്കുന്ന സ്ഥലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ അവരുടെ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ചെമ്പമലയുടെ താഴെ ഇങ്ങനെ കുറച്ച് വീടുകള്. അതൊരു 3 സെന്റ് 4 സെന്റ് 5 സെന്റ് സ്ഥലം 10-40 സെന്റ് സ്ഥലമുണ്ട്. അല്ലെ പറഞ്ഞു ഓരോരുത്തർക്ക്? അതല്ല, 3 സെന്റ് ഒക്കെ ഉള്ളൊരു കുറവാ. ഒരാളോ അങ്ങോട്ടേ ഉള്ളൂ. ബാക്കിയൊക്കെ 10 സെന്റ് 15 സെന്റ് 20 സെന്റ് 30 സെന്റ് 40 സെന്റ് ഇങ്ങനെ. ഇതിന് പട്ടയുള്ള സ്ഥലമാണ്. പിന്നല്ലേ, ആധാരമൊക്കെ ഉള്ള അല്ലെ. അപ്പം ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഇവരിങ്ങനെ വന്ന് ഇങ്ങനെ ആവാനുള്ള കാരണം എന്നാ? അതിനെ കുറിച്ച് വല്ല ഓർക്കുണ്ടോ? അതാവാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇച്ചിരി ന്യായമായിട്ട് പണികൾ ഉണ്ടായിരുന്നു. ഇവിടെ വർക്കുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു.
കല്ലൂർക്കാട് വന്നപ്പോ അപ്പൊ ആ വർക്കുകൾ എടുത്ത് അവിടെ നിന്നു. അത് കഴിഞ്ഞപ്പോ ഇവിടെ സെറ്റായി. അത്രേ ഉള്ളൂ. ഇനി എല്ലാവരും കല്യാണം കഴിച്ചേക്കുന്ന ഈ തൃശ്ശൂർ സൈഡിൽ നിന്ന് തന്നെയാണോ? അതെ, കല്യാണം കഴിച്ച് എങ്ങനെ കഴിച്ചാലും ഞങ്ങളുടെ ആൾക്കാരെ നോക്കിയല്ലേ കഴിക്കണേ. അതെ അല്ലെ. അപ്പൊ അവിടെ കേരളത്തിൽ പോയി ചിലപ്പോ ഈ ഇവിടെ ഉണ്ട്, പെരുമ്പഴത്തുണ്ട്, ഉടുമ്പന്നൂരുണ്ട്. ഞങ്ങളുടെ ആൾക്കാർ തന്നെ. ഞങ്ങളുടെ ആൾക്കാര് ഈ രാജ്യത്ത് എത്രയോ രാജ്യം ഉണ്ടെന്ന് വെച്ചാൽ അത്രയും രാജ്യത്തും ഞങ്ങളുടെ ആൾക്കാരുണ്ട്. പിന്നെ ഇവരെ സംബന്ധിച്ചോളം ഈ ഏരിയയില് ഇവർക്ക് എല്ലാവർക്കും കൂടി ഇവിടെ ഒരു അമ്പലമുണ്ട്. അപ്പം അമ്പലത്തില് കേട്ടോ, അമ്പലത്തില് ശ്രീരാമന്റെ ആണ്. പിന്നെ ഈ ലക്ഷ്മി ദേവി, ഭൂമിദേവി, പിന്നെ ഹനുമാൻ സ്വാമി. പിന്നെ ഇപ്പുറത്തുള്ള അമ്പലത്തില് വിഷ്ണുമായ അമ്പലം. അപ്പം ഹനുമാൻ സ്വാമി, ശ്രീരാമൻ, ഭൂമിദേവി, ലക്ഷ്മി ദേവി, പിന്നെ വിഷ്ണുമായ. അപ്പം ഈ സാധാരണ പിന്നെ താഴെ നാഗങ്ങള്. ഈ വിഷ്ണുമായയുടെ അമ്പലം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്റെ പൊന്നെ, തൃശ്ശൂർ ഭാഗത്ത് ഒരു അമ്പലങ്ങൾ കണ്ടാൽ നിങ്ങൾ പേടിച്ചു. അല്ല, ഞാൻ പറഞ്ഞത് അല്ല, അമ്പലങ്ങൾ കണ്ടാലേ നിങ്ങൾ പേടിച്ചു പോകും. അത്രയും ഒരു ഏക്കർ സ്ഥലം മൊത്തം അമ്പലം. അല്ല, നമ്മുടെ ഈ വിഷ്ണുമായയുടെ അമ്പലം നമ്മുടെ ഈ ലൊക്കാലിറ്റിയിൽ എവിടെയെങ്കിലും ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഇല്ല. അപ്പൊ ഈ അമ്പലത്തിന്റെ പൂജാക്രമങ്ങളൊക്കെ എങ്ങനെയാ? പൂജാക്രമം നമ്മൾ നേരത്തെ മുതൽ നമ്മളെ കാരണന്മാരായിട്ട് പഠിപ്പിച്ച ആ രീതിയിലാണ് പോണേ. അതെ അല്ലെ. അപ്പം ഇവിടെ പൂജ എത്ര, 2 നേരം ഉണ്ടോ? അത് 1 നേരം? 2 നേരമുണ്ട്. 2 നേരമുണ്ട്, കാലത്തും വൈകുന്നേരം. പൂജ നടത്തുന്ന ചേട്ടനാണോ? അപ്പം ഈ സാധാരണ ഈ പൂജാക്രമം നമ്മൾ പഠിച്ചതാണോ? അതേ കാരണം അല്ല, നമ്മളെ കാരണന്മാരായിട്ട് പഠിപ്പിച്ചതാ. അതെ അല്ലെ. അത് സാധാരണ എന്ന് വെച്ചാൽ അവരുടെ ആ രീതി വെച്ച്, അവര് അന്നത്തെ രീതി വെച്ച് നമുക്ക് പഠിപ്പിച്ച് എല്ലാം പൂർത്തിയായിട്ട് അവരെടുത്ത് നമുക്ക്. അത് പൂജാക്രമം ഒന്ന് പറയാവോ? കാലത്ത് അമ്പലം തുറക്കുന്ന സമയം തൊട്ട്. അതിപ്പോ എങ്ങനെ പറഞ്ഞു? അല്ല, എന്നാലും വിളക്ക് വെച്ച് ഇന്ന കാലത്ത് ഇപ്പൊ നമ്മള് സാധാരണ അമ്പലത്തില് ഗണപതി ഹോമം ഒക്കെ ഉണ്ടാവൂല്ലോ, അങ്ങനെയുള്ള അതൊന്നുമില്ല. വിളക്ക് വെച്ച് തൊഴുവോ, പ്രാർത്ഥിക്കുകയോ അങ്ങനെയൊക്കെയാണോ? ആ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന വെച്ചാൽ കാലത്തെ മണിയടിക്കും, 3 മണിയടിക്കും. അത് എപ്പോഴാ സമയം? 6:30. 3 മണിയടിച്ച് നമ്മള് അമ്പലം തുറക്കും. പിന്നെ അമ്പലമൊക്കെ കഴുകിയെടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള പൂക്കളൊക്കെ എടുത്ത് കളയും. പിന്നെ പുതിയ പൂക്കൾ എടുത്ത് വെക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് വിളക്ക് വെക്കും. അത് കഴിഞ്ഞിട്ട് ചന്ദനത്തിരിയൊക്കെ കത്തിക്കും. പിന്നെ അവിടെ പുതിയ പൂക്കൾ വെക്കും, പഴം വെക്കും. സാധാരണ അമ്പലങ്ങളിലെ പൂജാക്രമം തന്നെ. പുറത്തുനിന്ന് ആൾക്കാർ വരണുണ്ടോ? അതേ നമ്മുടെ ഇവിടെ ഈ താമസിക്കുന്ന പുറത്തുനിന്ന് കല്ലൂർക്കാട്, ഈ പെരുമ്പടത്തുനിന്നൊക്കെ ആൾക്കാർ വരണം. ഇവിടുത്തെ ഉത്സവം എങ്ങനെയാ സാധാരണ? ഉത്സവം ഇവിടെ ഇല്ല. അപ്പം വർഷത്തിൽ ഒരു പ്രാവശ്യം പോലും ഉത്സവമില്ല. ഇവിടെ ഈ അമ്പലത്തിലേക്ക്, ഈ കാവിലേക്ക് ഉള്ള സമയത്ത് ഇവിടുന്ന് താലെടുത്ത് പോകും. കല്ലൂർക്കാട് കാവിലെ താലെടുത്ത് അല്ല, ആ മീനവരണിക്ക് അത് നമുക്ക് നിർബന്ധമില്ല. ഇവിടുന്ന് താലെടുത്ത് നമ്മൾ അങ്ങോട്ട് പോകണം. ആ ഉത്സവത്തോടനുബന്ധിച്ച് ഈ അമ്പലത്തിൽ നിന്ന് അങ്ങോട്ട് കല്ലൂർക്കാട് കാവിലേക്ക് താലപ്പൊലി ആയിട്ട് പോകൂലേ? ഒത്തിരി ആൾക്കാരൊക്കെ വരാറുണ്ടോ? ഇവിടുന്ന് കുറെ ആൾക്കാർ ഇവിടെ വരും. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് റോഡിലേക്ക് ഇറങ്ങുമ്പോഴേക്കും ആൾക്കാർ, അവിടെ ചെല്ലുമ്പോഴേക്കും ആൾക്കാർ ഇഷ്ടം വരും. എന്താ നമ്മുടെ ഈ കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഈ തെലുങ്കില് എന്തെങ്കിലും കുറച്ച് സംസാരിച്ചു? അതിന് മലയാളം ഞാൻ എങ്ങനെ സംസാരിക്കും? അല്ല, എന്നാലും എനിക്ക് അങ്ങനെ തെലുങ്കില് എങ്ങനെ സംസാരിക്കാൻ അറിയില്ല. പിന്നെ ഇപ്പൊ ഞാൻ എങ്ങനെ പറഞ്ഞു? അതെ. എന്നാ ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ഈ അമ്പലത്തിന്റെ കാഴ്ചകളിലേക്ക് പോയാലോ? ഇതാണ് ഈ ചേട്ടൻ പറഞ്ഞ വിഷ്ണുമായ ക്ഷേത്രം. ഇതിന്റെ കാഴ്ചകളിലേക്കും ഇത് ഓരോ ശ്രീകോവിലിൽ എന്താ പ്രതിഷ്ഠയുള്ളതെന്നും ഈ ചേട്ടൻ നമുക്ക് പറഞ്ഞു തരും. ഇവിടുത്തെ പ്രദേശം എന്ന് വെച്ചാൽ ഭയങ്കരമായുള്ള പ്രതിഷ്ഠ. ഇവിടെ മാത്രമേ ഈ കുറവുള്ളൂ. ഞങ്ങളുടെ ഈ അമ്പലം ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഭയങ്കരമായിട്ട് ഉള്ള സ്ഥലങ്ങളാണ് തൃശ്ശൂരൊക്കെ അമ്പലം എന്നുള്ളതെന്ന് വെച്ചാൽ അതിന്റെ ഒരു പടിവാതിൽ പോലും ഇല്ല ഇവിടെ ഇല്ല അല്ലെ. അത് ഭയങ്കര 2 ഏക്കർ 3 ഏക്കർ സ്ഥലമൊക്കെ അമ്പലങ്ങളാണ്. ഇവിടത്തെ പ്രതിഷ്ഠ എന്നാ? ഈ ശ്രീകോവിലിലെ വിഷ്ണുമായ അല്ലെ. അപ്പൊ ഇവിടെയാണ് ചേട്ടൻ പൂജ നടത്തുന്നത്.
ദിവസം 2 നേരം പൂജയുണ്ടാവും. ഇനിയിപ്പോ അവിടെ അവിടെ ശ്രീരാമന്റെ അമ്പലമാണ്. ശ്രീരാമൻ അല്ലേ? ഇവിടുത്തെ മെയിൻ വഴിപാട് അങ്ങനെ വല്ലതും ഉണ്ടോ? വഴിപാടുണ്ട്. ഇവിടെ ശരിക്ക് നിലവിളക്ക്, പിന്നെ ചുറ്റുവിളക്ക്, ഇങ്ങനെ പിന്നെ പൂജക്ക് കാശ് എത്ര കാശ് എന്നിട്ട് തരും, അത് പൂജ കഴിക്കണം. ദിവസം പൂജക്ക് ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെയൊക്കെയല്ലേ. പിന്നെ വേറെ എന്താ? വേറെ അടുത്ത് വേറെ ശ്രീകോവിൽ എവിടെയുള്ള? വേറെ പ്രതിഷ്ഠ എവിടെയാ? 3 ഇവിടെ തന്നെ. ഇതിനകത്ത് 3 ഒരൊറ്റ വിഗ്രഹത്തില്ല. ഇവിടെ ഇരിക്കുന്ന പ്രതിഷ്ഠ ഏതൊക്കെയായിരുന്നു? ഒന്ന് ശ്രീരാമൻ, ഇവിടെ ഹനുമാൻ വേറെയാ. വേറെ. പിന്നെ ലക്ഷ്മിദേവി, ഒന്ന് ഭൂമിദേവി. ശ്രീരാമൻ, ഹനുമാൻ സ്വാമി, ലക്ഷ്മി ദേവി, ഭൂമിദേവി, 4 പേരും ഒറ്റ ശ്രീകോവിൽ. അല്ലല്ല, ഒറ്റ ശ്രീകോവില് ഒന്ന് മാറി ഇരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ എല്ലാം കാണാമല്ലേ? എത്ര നാളായി ഈ അമ്പലം പണിതിട്ട്? ഈ അമ്പലം പണിതിട്ട് ഇവിടെ വന്നിട്ട് പണിതിട്ട് 10-40 വർഷം. അന്ന് തൊട്ടുള്ള അമ്പലമാണ്? അല്ല, അവിടെ ശ്രീരാമ്പല്ലൂരുണ്ടായിരുന്നു. ഇവിടെ പണിതിട്ട് 45 വർഷമായി. 45-48 വർഷമായി. പിന്നെ ആ സൈഡിൽ കാണുന്നത്, അവിടെ കാണുന്നതും ആ വശത്ത് കാണുന്നതും എന്താ? അല്ല, അങ്ങേ സൈഡിൽ ചെറുതായിട്ട് അത് ഇതിന്റെ വേറെ. അവിടെ എന്നാ സങ്കല്പം? അവിടെ ഈ കാരണമായിട്ട് അവരായിട്ടാണ് ഈ അമ്പലം ക്ഷേത്രം കൊണ്ടുവന്നത്. അവിടെ എന്ത് പൂജയാണ് നടക്കുന്നത്? അവിടെയും ഇതുപോലെ തന്നെ പൂജകള് കാര്യങ്ങൾ മാത്രം. അവിടെ വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ചേട്ടാ, നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു കുറെ ഇതായിട്ട് ആന്ധ്രയാണ് പൂർവികർ. ആന്ധ്രയിൽ നിന്ന് തൃശ്ശൂർ വന്നു. തൃശ്ശൂരിൽ നിന്ന് ഇവിടെ ഈ ചമ്മന്തി പറയാൻ പറ്റില്ല. എന്നാലും ആന്ധ്രക്കാരാണല്ലോ. അല്ല, ആന്ധ്രക്കാരാണെന്ന് പറയാൻ പറ്റില്ല. അത് തമിഴ്നാട്ടിലും ഉണ്ടല്ലോ. തമിഴ്നാട്ടിലുണ്ട്. എന്നാലും ഏതാണെങ്കിലും തമിഴ്നാട് ആന്ധ്ര ഭാഗത്തുനിന്ന് വന്ന ഏതാണെങ്കിലും തൃശ്ശൂർ വന്നു. ഈ ചമ്മമല എന്ന് പറയുന്ന ഭാഗത്ത് ഇവിടെ വന്നു. ഇങ്ങനെ ഒരു അമ്പലമൊക്കെ ആയിട്ട് ചെറിയൊരു നിങ്ങളുടെ ഒരു സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് ഏതാണെങ്കിലും ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. നന്ദി.